വെച്ചു സ്ത്രീകൾക്ക് വേണ്ടി. അപ്പോ ഒരു പ്രൊഫസർ അഥവാ സ്ത്രീ ആയിട്ടുള്ള ഒരു പ്രൊഫസർ ലെക്ചറർ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് നടക്കുമെന്ന്. അന്ന് അവർ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി ആയിരിക്കണം നമുക്കും കൊടുക്കാനുള്ളത്. അവർ കൊടുത്ത US ഏറ്റവും പ്രഗത്ഭയായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ഒരു പ്രൊഫസറായിരുന്നു. അവര് അലിഗഡിൽ വന്നപ്പോൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇതാണ്. ഇംഗ്ലീഷിലാണ് അവർ പറഞ്ഞതിന്റെ മലയാളം പറയാം. ഞങ്ങൾ US വർഷങ്ങൾക്ക് മുമ്പേ ചവച്ചു തുപ്പിയേനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ. ഞങ്ങൾ US വർഷങ്ങൾക്ക് മുമ്പേ ചവച്ചു തുപ്പിയതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ. നിങ്ങൾ ഈ കാലങ്ങളൊക്കെ ഞങ്ങളെ ലോകത്ത് കഴിഞ്ഞിട്ട് കുറെ കാലമായി. ഒളിച്ചോട്ടം കണ്ടിട്ട് ഞങ്ങൾ കുറെ കാലമായി. അത് അവസാനം വിജയത്തിലെത്തുകയില്ല എന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ തെളിയിച്ചു. ഇതൊക്കെ ആദ്യം തുടങ്ങിയത് ഞങ്ങളുടെ രാജ്യങ്ങളിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കൗൺസിലിംഗ് വന്നിരുന്നു. പാവം ഒരു കുടുംബം ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളാണ്. മദ്രാസിലേക്ക് പഠിക്കാൻ പോയതാണ്. ഇന്ന് ആ വിദ്യാർത്ഥിനി അവള് മുസ്ലിമാണ്. അപ്പുറത്തുള്ള ആള് വിദ്യാർത്ഥി മറ്റൊരു ജാതിക്കാരനാണ്. ഞാൻ അസ്ർ നിസ്കരിച്ചിട്ട് കൗൺസിലിംഗ് തുടങ്ങി മഗ്രിബ് നിസ്കരിച്ചു വന്നിട്ട് പിന്നെ തുടങ്ങി 9 മണി വരെ. ഇത്രയും സമയം ചെയ്തിട്ടാണ് ആ കുടുംബത്തിലെ ഏതാണ്ട് ചിന്തകളൊന്ന് ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയത്. കാരണം ഇന്ന് എന്തിന്റെയൊക്കെയോ പേരിൽ കുട്ടികൾ പല രീതിയിലുമാണ്. ഹൈക്കോടതിയിൽ നമ്മളൊരു അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ പ്രമാദമായ അഡ്വക്കേറ്റാണ്. കേരളത്തിൽ ഒരു പ്രമാദമായ കേസ് വാദിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേര് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യം അനുദിനം എന്ന പോലെ കോടതിയിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ നിറയാതെ ഒരു കേസും കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അദ്ദേഹം ഇങ്ങനത്തെ കാര്യം ഏറ്റെടുക്കുന്നു. അദ്ദേഹം പറയാണ്, സ്വന്തം പെറ്റ മാതാവിനെ കൂട്ടിൽ നിർത്തി, സ്വന്തം വളർത്തിയെടുത്ത പിതാവിനെ കൂട്ടിൽ നിർത്തി, ഇപ്പുറത്ത് കാമുകനെയും നിർത്തി, അന്യ സമുദായത്തിൽപ്പെട്ട മനുഷ്യനെ നിർത്തി. എന്നിട്ട് ജഡ്ജി ചോദിക്കാണ്, നിങ്ങളുടെ ഫൈനൽ തീരുമാനം എന്താണ്? നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു സംശയവും കൂടാതെ തന്റെ കാമുകനിലേക്ക് വിരൽ ചുണ്ടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദർശങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അതാണ്. അവസാനം വരാന്തയിലൂടെ കാമുകന്റെ കൈപിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ആ നടന്നു പോകുന്നതിനിടയിൽ എവിടെയോ മതിൽ ചാരി നിന്നുകൊണ്ട് ഒരു പാവം മാതാവ് തന്റെ മഫ്ത കൊണ്ട് കണ്ണുനീര് തുടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി, നീ ഓർക്കുക, നിന്റെ മാതാവിന്റെ ഒരു കണ്ണുനീരൊന്ന് ഇറ്റിയാ മതി, നിന്റെ ജീവിതത്തിലേക്കുള്ള അഗ്നിയാണ് ആകാശത്തുനിന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നൊന്തുപെറ്റ മാതാവ് നിന്നിലേക്ക് ചെറുതായൊന്ന് സങ്കടം കൊണ്ടൊരു കണ്ണുനീരുറ്റിച്ചാൽ ഈ ദുനിയാവിൽ തന്നെ അതിന്റെ ശിക്ഷ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് ആദ്യമായി നിന്നിലേക്ക് അഗ്നി വർഷിക്കുകയായി. ഈ ലോകത്ത് സ്വസ്ഥതയുണ്ടാവുകയില്ല. വരാനിരിക്കുന്ന ലോകത്തിൽ ഒരിക്കലും ഒരു ചെറിയ ശതമാനം പോലും സ്വസ്ഥത നിനക്ക് ഉണ്ടാവുകയില്ല. അവസാനം എന്തായി? ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഒരുപാട് ജില്ലയിലെ കാര്യങ്ങളുണ്ട്. പത്തനംതിട്ടയിലെ, കോട്ടയത്തെ, കൊല്ലത്തെ, തിരുവനന്തപുരത്തെ ധാരാളം ജില്ലകളിലെ ധാരാളം വ്യക്തികളുടെ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കൗൺസിലിംഗ് ഡെസ്കിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ പടിയിറങ്ങി പോയവർ അവസാനം 5 മുഴം കയറിന്റെ ഉള്ളിൽ തൂങ്ങി അവസാനിപ്പിക്കുക എന്നതല്ലാതെ അവൻ അവളെ ഇട്ടേച്ചു പോകും, അല്ലെങ്കിൽ അവൾ അവനെ ഇട്ടേച്ചു പോകും, രണ്ടാലൊന്നും സംഭവിക്കാതെ ഈ ലോകം എവിടെയും എത്തുന്നില്ല. അതുകൊണ്ട് വഴിപിരിയുകയാണ് എല്ലാവരും. ബാങ്ക് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കൂടി സംസാരിച്ചിട്ട് നമുക്ക് പിരിയാം. പറഞ്ഞു വരുന്ന വിഷയം, നമ്മുടെ കുടുംബത്തിൽ യാതൊരു ചിന്തയുമില്ലാതെ നൊന്തു പ്രസവിച്ച മാതാക്കളെ ഇട്ടേച്ചു പോകുന്ന മക്കൾ. ഞാൻ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ കുടുംബം എന്നല്ല, ഞാൻ കേരളത്തിന്റെ മൊത്തം അവസ്ഥ പറയാം. എന്തുകൊണ്ട്? കാരണം നമ്മുടെ വീട്ടിൽ വേണ്ട രീതിയിലുള്ള സ്വസ്ഥതയില്ലാത്തതും അതിന്റെ ഒരു കാരണമാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. കാരണം നമുക്ക് സ്നേഹിക്കാൻ അറിയാം, പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുകയില്ല. സ്നേഹം പ്രകടിപ്പിക്കൽ ഒന്നാണ്, സ്നേഹിക്കൽ മറ്റൊന്നാണ്. ഒരു മാതാവിന് മകനോട് സ്നേഹമുണ്ട് എന്ന് മകൻ എപ്പോഴാണ് അളക്കുക? അത് പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ്. ഉള്ളിൽ നീറിക്കഴിയുന്നതിനെ, ഉള്ളിൽ വിഷമിക്കുന്നതിനെ, ഉള്ളിൽ മകനെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനെ മകൻ പച്ചയായി കാണുന്നില്ല. 10 വയസ്സിന് ശേഷം ഇതിൽ എത്ര മാതാക്കൾ ഉണ്ടാകും? നിങ്ങളുടെ ഉള്ളിനോട് ചോദിക്കും. ഞാൻ നിങ്ങളോട് കൈപൊക്കാനൊന്നും പറയുന്നില്ല, കാരണം മാതാക്കളൊക്കെ മറക്കപ്പുറത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര മാതാക്കൾ ഉണ്ടാകും 10 വയസ്സിന് ശേഷം സ്വന്തം കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തവർ? അത് കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ പല ലോകത്തിലേക്കും സഞ്ചരിക്കുകയാണ്. ഞാൻ എന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
1 വയസ്സാകുന്ന സമയത്ത് കുട്ടി തൊട്ടിലിൽ കിടന്ന് കരയുന്നത് എന്തിന്റെ പേരിലാണ്? തലവേദനിച്ചിട്ടല്ല, വയറുവേദനിച്ചിട്ടല്ല, ഉമ്മ വന്നൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മ മെല്ലെ വരുന്നു, എടുക്കുന്നു. ആ സമയത്ത് കുട്ടി സ്വിച്ചിട്ടതുപോലെ കരച്ചിൽ നിർത്തുക. അത് കഴിഞ്ഞ് പിന്നീട് കുറെ കഴിയുമ്പോൾ ഒന്നുകൂടി കരയുന്നു. അപ്പൊ ഉമ്മ ചാറുണ്ടാക്കലാണ്, ചോറുണ്ടാക്കലാണ്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി വരുന്നു. എന്നിട്ട് ഉറക്കെ തൊട്ടിലാട്ടി കൊടുക്കുന്നു. എനിക്കിത് കരയാൻ തന്നെ പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഒച്ച വെക്കുന്നു. ഇതോടുകൂടി സംഭവിക്കൽ എന്താണ്? ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. മാതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. മാതാവ് സ്നേഹമുള്ള ആളാണോ അതോ സ്നേഹമില്ലാത്ത ആളാണോ? 1 വയസ്സായ കുട്ടി പോലും ഇങ്ങനെ നോക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ. 2 വയസ്സാകുന്ന സമയത്ത് തന്റെ മുമ്പിലിരിക്കുന്നതിനെ അവിടെ ഇട്ടുകൊണ്ട് ദൂരെയുള്ളതിനെ പോയി എടുക്കലായിരിക്കും അവന്റെ താല്പര്യം. 1 മുതൽ 2 വയസ്സ് വരെ അതാണ് സൈക്കോളജിയിൽ പറയുന്നത്. ആ സമയത്ത് അവൻ അറിയാതെ നമ്മുടെ ബ്രഷ് എടുത്തു, അല്ലെങ്കിൽ അവൻ അറിയാതെ നമ്മുടെ മൊബൈൽ എടുത്തു. ആ സമയത്ത് ഒറ്റയടിക്ക് വലിച്ചൂരിയിട്ട് ഇനി അതിമലായി കുട്ടി കളി എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഷൈനസ് വരുമെന്നാണ്. ഷൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നവർ തന്നെയാണ് ഈ സദസ്സിൽ. ചില ആരെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മാത്രം പറയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റായി പോകുമോ എന്നൊരു ഉൾഭയം ചെറുപ്പം മുതലേ തോന്നുന്നതാണ് സൈക്കോളജിയിൽ ഷൈനസ്. അവസാനം പിന്നീട് അവനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ സംസാരിക്കുകയില്ല. ആളുകളോട് ഇടപഴകാൻ പറഞ്ഞാൽ അവൻ ഇടപഴകുകയില്ല. അവനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ അവന് മടിയാണ്. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റായി പോകുന്നു എന്ന് ചെറുപ്പം മുതലേ ഉമ്മ ആക്ഷനിലൂടെ എടുത്തു കൊടുത്തതാണ്. 3 വയസ്സായാൽ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ പറയാറുണ്ട്. ഞാൻ ഉമർ സുല്ലമി സാഹിബൊക്കെ മലപ്പുറം ജില്ലക്കാരാണ്, അതുകൊണ്ട് പറയാണ് 3 വയസ്സായാൽ മൂച്ചുപിരാന്ത്, 4 വയസ്സായ നട്ടപ്പിരാന്ത് എന്ന് പറയാറുണ്ട്. 3 വയസ്സാകുന്ന സമയത്ത് ഒരു തരം ഭ്രാന്താണ് മക്കൾക്ക്. ആ സമയത്താണ് കൂടുതൽ കുട്ടികൾക്ക് അടി കിട്ടാൻ തുടങ്ങുക. 10 വയസ്സിന് മുമ്പേ, ഇതാ പണ്ഡിതന്മാർ പറയട്ടെ, 10 വയസ്സിന് മുമ്പേ മക്കളെ അടിക്കാൻ ദീനിൽ അനുവാദമില്ല. ഞാനിത് മദീനയിലെ സയ്യിദ് സുലൈമാനുർ റഹേലിയോട്, മുഫ്തിയോട് ഞാൻ ഫത്വ ചോദിച്ചിട്ട്. മദീനയിലെ ഏറ്റവും ടോപ്പ് മുഫ്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, മക്കളെ അടിക്കണം എന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊരു കാര്യം ദേഷ്യം വരുമ്പോൾ അടിക്കരുത് എന്നാണ്. പിന്നെ എപ്പോഴാ നമ്മൾ അടിക്കുക? ദേഷ്യം വരുമ്പോൾ അടിക്കാൻ പാടില്ല. കാരണം ദേഷ്യം വരുമ്പോൾ അടിക്കുന്നത് ശിക്ഷണമാവുകയില്ല, അത് ശിക്ഷയായി മാറും. മറ്റൊരു കാര്യം പറഞ്ഞത് 10 വയസ്സിന് മുമ്പേ ഒരിക്കലും അടിക്കാൻ പാടില്ല. നമ്പർ 3, 3ാമത്തെ കാര്യം അതിലും അതിശയകരമാണ്. അടിച്ചു കഴിഞ്ഞാൽ, അഥവാ 10 വയസ്സിനും 15 വയസ്സിനും അടിച്ചു കഴിഞ്ഞാൽ അവനോട് നിങ്ങൾ ഭാവിയിൽ ചെറുതായി ഒന്ന് മാപ്പ് ചോദിച്ചേക്കണം, ഞാൻ നിന്റെ ശരീരത്തിൽ ഒന്ന് നോവിപ്പിച്ചിട്ടുണ്ട് എന്ന്. അതതിന്റെ ഒരു ധർമ്മമാണ്. പക്ഷെ മാപ്പ് ചോദിക്കേണ്ടത് 10 വയസ്സിനും 15നും ഇടക്കല്ല. അതിന്റെ ഇടക്ക് ചോദിക്കുന്നത് ബുലുഗാത്ത് ആകാത്തവന്റെ മറുപടിയാണ്. അതുകൊണ്ട് അവന്റെ മാപ്പാവുകയില്ല. 15 വയസ്സിന് ശേഷമാണ് അവനോട് ചോദിക്കേണ്ടത്. 4ാമത്തെ കാര്യം അതിലും അതിശയകരമാണ്. അധ്യാപകരായ ആളുകൾ ഒരിക്കലും കുട്ടികൾ അടിക്കരുത് മാതാപിതാക്കളുടെ അനുവാദം കൂടാതെ. അനുവാദം കൊടുക്കുന്നതിൽ തന്നെ ഫത്വയുണ്ട്. ഞാൻ നിങ്ങളുടെ മക്കളെ അടിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അനുവാദം ചോദിച്ചു വാങ്ങരുത്. നിങ്ങൾക്ക് എന്റെ മകനെ അടിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് ഇങ്ങോട്ട് പറയണം അധ്യാപകരോട്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മക്കൾ അടിക്കാൻ. നമ്മളിത് അവിടെ വീഴും കുട്ടി, അവിടെ പോയിട്ട് 4 അടി. കുട്ടപ്പൻ വൈദ്യര് ഗുളികയ്ക്ക് എഴുതണ മാതിരി എപ്പോഴും അടി തന്നെയാണ് കുട്ടിക്ക്. അടിയുടെ എണ്ണം കൂടുതലാണ്. അവസാനം എന്താവും? സ്കൂളുകളിലൊക്കെയുള്ള അധ്യാപകർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. കൂടുതൽ അടി കിട്ടുന്ന കുട്ടികൾ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇഷ്ടംപോലെ അടിച്ചോളി എന്നുള്ള കോലത്തിൽ നീട്ടിക്കൊടുക്കൽ ഇങ്ങനെയാണ്. കാരണം അവൻ അടിയൊരു പ്രശ്നമേ അല്ല. അടി കിട്ടി വളർന്നിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടി പ്രശ്നമല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും അടി കിട്ടിയിട്ടില്ലാത്തൊരു മനുഷ്യൻ കൈ കാണിക്കുമ്പോൾ അടി കിട്ടാൻ വേണ്ടി കൈ കാണിക്കുമ്പോൾ കൈകൾ വിറക്കും, അവന്റെ കണ്ണുകൾ നിറയും. ആ അടി അടിക്കരുത് എന്നാണ്. അപ്പൊ ഒരു കുട്ടിയെ വളർത്തുന്നതിൽ വരെ നമ്മുടെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണങ്ങൾ ഉണ്ടാകരുത്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഒരിക്കലും പാടില്ലാത്തതാണ്. ഈ അടുത്തിടെ അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിത നമ്മൾ വായിച്ചു. അതിമനോഹരമായ കവിത. ആകെ 4 വരിയേ ഉള്ളൂ. 4 വരി. അടുപ്പിലൂതിയൂതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങളവളെ കുറ്റപ്പെടുത്തല്ലേ. ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് ഭർത്താക്കന്മാരായ നമ്മളോട് പറയാണ്, വല്ലാത്തൊരു വാക്കാണ്. അടുപ്പിലൂതിയൂതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. കാരണം അടുപ്പിലെ വിറകായി എരിയുന്നത് അവളാണ്. അമ്മിയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങൾ അവരെ ശകാരിക്കല്ലേ. കാരണം അമ്മിയിൽ അരയുന്നത് അവളാണ്. അടുപ്പിലൂതി കണ്ണുകൾ നിറയാത്തതിന്, അമ്മിയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങൾ അവരെ ശകാരിക്കല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ട് ശേഷമുള്ള വരി എന്താണെന്നറിയോ? തൊട്ട് ശേഷമുള്ള വരി അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു: ഇരുട്ടത്തിത്തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങൾ അവരെ വിമർശിക്കല്ലേ. കാരണം ചിതയിൽ അഗ്നി പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്ന് മുഴുവനും കത്തിയാളുന്നത് അവളാണ്. മക്കൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും
എന്നത്തെ കുറിച്ച് തന്നെ ആലോചിക്കാറുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ നട്ടപ്പാതിരക്കൊന്നും എഴുന്നേൽക്കൂല. 3 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലപ്പോഴുണ്ടാവും നമ്മുടെ ഭാര്യ മക്കളുടെ തൊട്ടിലാട്ടി കൊടുക്കുന്നു. ഇതുപോലെയാകൂലേ നമ്മളെ മക്കളെ ഉമ്മമാര് ആട്ടിക്കൊടുക്കുന്നതും? നമ്മുടെയൊക്കെ കാലിന്റെ അടിയിൽ, എന്റെയൊക്കെ മക്കളുടെ കാലിന്റെ അടിയിൽ എന്റെ ഭാര്യ മുത്തം വെച്ചിട്ടുണ്ടാവൂലേ? തൊട്ടിലിൽ കിടക്കുമ്പോൾ നമുക്ക് കഴിയുന്നുണ്ടോ തിരിച്ച് നമ്മുടെ മാതാവിന്റെ കാലിന്റെ ചുവട്ടിൽ ഒരു സ്നേഹചുംബനം കൊടുക്കാൻ? അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും പരസ്പരം സ്നേഹത്തോടു കൂടി കഴിയുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. മോനെ, നിനക്ക് ആരെ പോലെ ആകണമെന്ന് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറയുമായിരുന്നു കൂനു മിസ്ലന. അത് വല്ലാത്തൊരു വാക്കാണ്. കൂനു മിസ്ലന, നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിക്കോളിൻ. അത് പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നമുക്ക് എത്ര ആൾക്കാർക്ക് ധൈര്യമുണ്ട് മോനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എന്റെ മോൻ എന്നെ പോലെ നീ ആക്കണേന്ന് പറയാൻ? ജസ്റ്റ് അങ്ങനെ ഒരു ദുആ അതുപോലും നമുക്ക് ധൈര്യമില്ല. സഹാബാക്കൾ പറഞ്ഞത് കൂനു മിസ്ലന, നിങ്ങൾ ഞങ്ങളെ മാതിരി ആയിക്കോളി. എന്നാൽ നമ്മൾ ഇന്ന് മക്കളെ ഇരുത്തി പറയുന്ന വാക്കെന്താണ്? കാര്യമായിട്ട് ഇരുത്തിയിട്ട് പറയാണ്, മോനെ നീ എന്തായാലും എന്നെ പോലെ ആകരുത്, ഞാനോ ഇങ്ങനെ ആയിപ്പോയി, ഞാനോ ഇങ്ങനെ ആയിപ്പോയി. ഉമ്മമാരും പറയുന്നത് അത്, ഉപ്പമാരും പറയുന്നത്. അതോടുകൂടി കുട്ടിക്ക് മനസ്സിലായി ഞാൻ ആരെ പോലെ ആവണ്ട, ഉപ്പച്ചിയെ പോലെ ആവണ്ട, ഉമ്മച്ചിയെ പോലെ ആവണ്ട. അതുകൊണ്ട് കുട്ടി കുട്ടിയുടേതായ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം, നീ എന്നെ പോലെ ആകടാ, എന്നെ പോലെ ആകടാ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ന വ്യക്തി കുറച്ച് മാറേണ്ടതുണ്ട്. ഈ ഇരിക്കുന്ന പ്രബുദ്ധമായി സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബം ഐഡിയൽ ഫാമിലി ആകണം. എന്താണ് റെമഡി? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ചെറുപ്പം മുതലേ ടെക്നോളജിയിലാണ്. വാപ്പ 28-ാം തീയതി വരുമെന്ന് വിളിച്ചു പറഞ്ഞാൽ, ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 28-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കാൻ, അവൻ പറഞ്ഞ MP6 കിട്ടാൻ, അവൻ പറഞ്ഞിട്ടുള്ള ടച്ച് സ്ക്രീൻ മൊബൈൽ കിട്ടാൻ, അവൻ പറഞ്ഞിട്ടുള്ള ഐപാഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാൻ. 27-ാം തീയതി വാപ്പ വിളിച്ചിട്ട് പറയാണ്, മോനെ ഞാൻ നാളെ വരുന്നില്ല, പെട്ടെന്നൊരാളെ ലീവിന് പോയി, അവിടെ 2 മാസം കൂടി കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറഞ്ഞാൽ മകന് പറയാനുള്ള ഉടനെയുള്ള മറുപടി, നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, നിങ്ങൾ ആ മൊബൈൽ ഇങ്ങോട്ട് കൊടുത്തയച്ചേക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പിതാവിനേക്കാൾ ഇവിടെ വില ടെക്നോളജിക്കായി പോയി. ഞാൻ നേരത്തെ ടിവിയെ കുറിച്ച് പറഞ്ഞത് മതപരമായ ഒരു കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ സൈക്കോളജിക്കൽ വശം പറഞ്ഞു തരാം. വലിയൊരു വീട്ടിൽ വലിയൊരു ടിവി കൊണ്ടുവന്നു. ആദ്യം ഒരു ചെറിയ ടിവി ഉണ്ടായിരുന്നു അവിടെ. ആ ടിവിയിൽ കണ്ടത് പോരാ, അതിന്റെ പേരിൽ ഇഞ്ചൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് അവർ വലിയ സൈസ് കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ ചെറിയ ടിവി ആർക്ക് കൊടുക്കണം? ഇതായി ചിന്ത. അപ്പൊ തൊട്ടടുത്ത വീട്ടിലൊരു പാവം വീടുണ്ട്, കർഷകന്റെ വീടാണ്. ടിവി ഇല്ല, ഒന്നുമില്ല, 2 ചെറിയ മക്കളുണ്ട്, ഭാര്യ ഭർത്താവ്. അങ്ങനെ കഴിയുന്ന സുഖകരമായി കൃഷിവേല ചെയ്ത് നല്ലപോലെ കഴിയുന്ന ഒരു കുടുംബം. അങ്ങോട്ട് ഈ ടിവി കൊടുക്കുക. അങ്ങനെ ഭർത്താവ് അപ്പുറത്ത് പാടത്ത് വയലിൽ പോയിട്ട് പണിയെടുക്കുക. അപ്പൊ ഇവളൊന്ന് സ്വിച്ചിട്ട് നോക്കി, ഭാര്യ സ്വിച്ചിട്ട് നോക്കുന്ന സമയത്ത് അതിലിങ്ങനെ എന്തോ പാട്ടുരങ്ങൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് അതിലുള്ള ആളെ ഒന്ന് നോക്കി, പാടത്തേക്കൊന്ന് നോക്കി, പിന്നെയും അതിലേക്ക് നോക്കി, പിന്നെയും പാടത്തേക്ക് നോക്കി. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ, എന്തൊരു കോലാണത്, എത്താ അയാളുടെ കോലം. അത് കഴിഞ്ഞ് ഇയാൾ ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നു. കഞ്ഞി എടുക്കാൻ വേണ്ടി ഭാര്യ അകത്തേക്ക് പോയി. ആ സമയത്ത് അടുത്ത ഗാനരംഗങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കി, എന്നിട്ട് അതിലുള്ള സ്ത്രീയെ നോക്കി, എന്നിട്ട് ഭാര്യയെ ഒന്ന് നോക്കി, എന്നിട്ട് ഈ സ്ത്രീയെ ഒന്ന് നോക്കി, എന്നിട്ട് എന്താ ഇതിന്റെ കോലം. അത് കഴിഞ്ഞ് രാത്രി 2 ആളും കൂടി ഇരുന്ന് കാണാൻ. പാവം കുട്ടികൾ മെലിഞ്ഞുണങ്ങിയിട്ട് അവർ കിടന്നുറങ്ങുകയാണ്. അവരിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ട്രിഫാനി മാതിരിയുള്ള ഒരു മിഠായിയുടെ പരസ്യത്തിൽ 2 കുട്ടികൾ ഇങ്ങനെ വന്ന് ചാടുന്നത് കണ്ട്. ഇപ്പൊ 2 ആളും കൂടി ആ കുട്ടികളൊന്ന് നോക്കി, സ്വന്തം മക്കളെ നോക്കി, എന്നിട്ട് ഇങ്ങനെ എത്താറ്റിങ്ങളെ കോലം. ഞാനിത് ചിരിക്കാൻ പറഞ്ഞതല്ല, കമ്പാരിറ്റീവ് സ്റ്റഡി. ടിവി കൂടുതലായി ഉപയോഗിച്ചിട്ട് പല കാഴ്ചകളും കാണുന്നവരുടെ ഉള്ളിൽ നടക്കുന്നത് സൈക്കോളജിക്കലി കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്, അഥവാ താരതമ്യ പഠനം. തന്റെ ഭർത്താവ് ഇത്ര ഫിറ്റാണോ, തന്റെ ഭാര്യ ഇത്ര സുന്ദരിയാണോ? ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നടന്ന് അവസാനം തന്റെ ഭാര്യയോട് സ്നേഹമുള്ളതുപോലെ നടിക്കുകയും തന്റെ ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരായി നമ്മുടെ മലബാറിന്റെ കേരളത്തിന്റെ മക്കൾ മാറി എന്നത് ഒരു സത്യമാണ്. കാരണം ടി വി കാണുക എന്നത് വലിയൊരു തെറ്റാണോ എന്ന് നമ്മുടെ ബുദ്ധിയോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് കേവലം ഒരു തിയറിയായി ഞാൻ പറയുകയല്ല, ആയിരക്കണക്കിന് കൗൺസിലിംഗ് ഡെസ്കിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം മനസ്സിന്റെ ഉള്ളിൽ താരതമ്യ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഹീറോകളെ കാണുമ്പോൾ, ഹീറോയിനെ കാണുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി മാച്ചിങ് നടത്തുകയാണ്. ഇങ്ങനെയുള്ള വീടുകളിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു മാതൃകാ കുടുംബത്തെ വാർത്തെടുക്കാൻ കഴിയുക? ഇനി ടി വി നമ്മുടെ വീട്ടിലുണ്ടോ? അത്യാവശ്യമായി എന്തെങ്കിലും കുട്ടികൾക്ക് ആവശ്യമായത് വേണോ? അതിനും ഞാൻ ഒരിക്കലും ലൈസൻസ് തരൂല. ഞാൻ എന്റെ വ്യക്തിത്വം പറയാണ്. കാരണം അതിനും ഞാൻ തരൂല. കാരണം അതല്ലാത്തതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ഒരുപാട്. ഈ ടി വി വന്നതിന് ശേഷം നമ്മുടെ വീടുകൾ ലൈബ്രറി കുറഞ്ഞു. ലൈബ്രറി ഇല്ലാത്ത വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നല്ലൊരു മക്കളുണ്ടാവും? അതാ ഡോക്ടർ സാബൊക്കെ ഇരിക്കാൻ. എന്നോട് എന്റെ ഗുരു ആദ്യം പറഞ്ഞത്, എന്നെ പഠിപ്പിച്ചൊരു മനുഷ്യനുണ്ട്, കേരളത്തിന്റെ ഒരു മഹാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ 2 കാര്യം ചെയ്താൽ നീ എവിടെയെങ്കിലും എത്തുമെന്നാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്നോട് പറഞ്ഞത്, വീട്ടിലൊരു ലൈബ്രറി തുടങ്ങുകയെന്ന. പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി ഒരു തലക്കന്നങ്ങട്ട് വായന തുടങ്ങും നീ. അവസാനം നിനക്ക് ആ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്രവർത്തിക്കണം എന്ന് തോന്നും. അപ്പൊ നിന്റെ പ്രവൃത്തി ഉഷാറാകും, നീ പറയുന്നത് ഉഷാറാകും. വായിക്കാത്തവൻ പറഞ്ഞാൽ എവിടെയും എത്തുകയില്ല. റഫർ ചെയ്യാത്തവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രസംഗമായി മാറും. അതുകൊണ്ട് നീ ഒരു തലക്കൊന്ന് വായിക്ക്. ഒരു പൈസയും ഇല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് ഒരു ഇതൊക്കെ കെട്ടിയിട്ട് ഔട്ട് ഹൗസ് എന്നൊക്കെ അതിന് പേരിട്ടിട്ട് കുറെ പുസ്തകങ്ങളെ കൊണ്ട് നിറക്കണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ ഒരു വാക്കായിരുന്നു എന്നോട്, നീ അത് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ ലൈബ്രറി ഇല്ലാതെ പോയി. എന്തുകൊണ്ട്? കുട്ടി വാട്സപ്പിലാണ്, കുട്ടി ഫേസ്ബുക്കിലാണ്. ഈ സമയത്ത് എവിടെ അവന് ലൈബ്രറിയിലെ ബുക്ക് വായിക്കാൻ സമയം? അതുകൊണ്ട് റെഫറൻസ് ഇല്ലാതെയായി. അപ്പൊ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? രക്ഷിതാക്കളെ കേട്ടോളി. സൈക്കോളജിക്കലി നിങ്ങളുടെ കുട്ടികൾ ഉന്നതമായ പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിംഗ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, തിങ്കിങ് സ്ട്രാറ്റജി, ഡിസിഷൻ മേക്കിംഗ്, ഈ 5 സ്കിൽ ഉണ്ടാവൽ നിർബന്ധമാണ്. ഇത് നമ്മുടെ സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ഒരു പരിധി വരെ ഇത് കിട്ടുകയില്ല എന്നും കൂടി ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ അടുത്തിടെ നമുക്കൊരു അവാർഡ് തന്നു ഈ ഒരു വിഷയം അവതരിപ്പിച്ചതിന്റെ പേരിൽ. കാരണം സ്കൂളുകളിലും കോളേജുകളിലും ഒരിക്കലും എന്ത് നടക്കുന്നില്ല? സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? ചെറുപ്പത്തിൽ കുട്ടികളുടെ സ്കില്ലിനെ നമ്മൾ കുറക്കുന്നു. രണ്ടാമത് എന്താകുന്നു? ആ കുട്ടിക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള സ്കില്ലുകൾ ചെറുപ്പത്തിൽ കൊടുക്കാതിരിക്കുന്നു. കുട്ടി കുറെ ചെറുപ്പത്തിൽ പഠിക്കണമെന്നില്ല, പക്ഷെ അവന് ഭയങ്കര ക്വാളിറ്റി ഇല്ല, നല്ല സ്കില്ലുള്ള മക്കളായി മാറണം. അവന്റെ വായന, അവന്റെ പഠനം, അവനെ തിരിച്ചുവിടൽ, ഇതൊക്കെ കുടുംബത്തിൽ നടക്കണം. അങ്ങനെ നമ്മുടെ കുടുംബം 5 രീതിയിൽ മാറേണ്ടതുണ്ട്. 1, തൗഹീദിന്റെ, അതികഠിനമായ തൗഹീദിന്റെ. ഞാൻ അങ്ങനെ തന്നെ ഭാഷ്യം പറയാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്നും പറഞ്ഞാൽ പോരാ, അതൊരു അവസ്ഥയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് ഖൗല ബിൻത് തഅലബ നടത്തിയതുപോലെ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ അർശിനെ പിടിച്ച് കുലുക്കാനുള്ള കണ്ണുനീരുണ്ടാകണം നമുക്ക്. ആ ഒരു തൗഹീദ് നമ്മൾ ഉണ്ടാകണം. മറ്റൊന്നോ, സുന്നത്തിന്റെ അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകണം. എല്ലാ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി എന്ത്, ആ ജീവിത രീതിയെ നമ്മൾ കൊണ്ടുവരണം. 3-ാമത്തെ കാര്യം എന്ത്? നമ്മുടെ മക്കൾ ഉയരങ്ങളിലെത്താൻ, അവർക്ക് തെർബിയത്ത് കൊടുക്കാൻ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു മാതാവും പിതാവുമായി നമ്മൾ മാറണം. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന ഒരു പിതാവ് എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ഉപദേശിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല ഉപദേശിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവരെ പോലെയുള്ള ആളുകൾ ഖുതുബയിൽ, നിക്കാഹിന്റെ ഖുതുബയിൽ പറയുന്ന സംഭവങ്ങളാണ്. ഉമർ റളിയല്ലാഹു തആല ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ കുട്ടി ചോദിക്കാണ്, പിതാവിന് ഇങ്ങോട്ടും കുറെ കടമയില്ലേ അമീറുൽ മുഅ്മിനീൻ, അതൊന്ന് ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒന്നും മിണ്ടാതെ അവിടെ നിന്നോ, പറഞ്ഞത് കേട്ടോന്നോ. നേരടിച്ചിട്ട് ഈ പിതാവ് ചോദിക്കാണ്, നിങ്ങൾ പറഞ്ഞു തരീൻ, എന്താണ് എന്നോടുള്ള കടമ, ഞാൻ മോനോട് ചെയ്യാനുള്ള കടമ? അതിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ആ മറുപടി ഇതാണ്: കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് നീ നിന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ നിനക്കുണ്ടാകാൻ പോകുന്ന തലമുറകൾക്ക്, അഥവാ നിന്റെ മക്കൾക്ക് തെർബിയത്ത് കൊടുക്കാൻ പറ്റിയ, സംസ്കാരം കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണാണോ ഇത് എന്ന് നോക്കി തെരഞ്ഞെടുക്കൽ കുട്ടികളോട് ചെയ്യാനുള്ള ആദ്യത്തെ കടമയാണ്. മക്കളോട് ചെയ്യാനുള്ള ആദ്യത്തെ കടമയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മക്കളെ ഡിസൈൻ ചെയ്താൽ, നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുത്താൽ, മവദ്ദത്തും വറഹ്മ, വിശുദ്ധ ഖുർആന്റെ ഭാഷ്യം അതാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും, അത് വെറും സ്നേഹമാണ്. റഹ്മ എന്ന് പറഞ്ഞാൽ അത് കാരുണ്യമാണ്. നിത്താക്കാത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഭർത്താവിനോട്, അന്ന് നിങ്ങൾ അറബിയുടെ അടുക്കൽ നിന്ന് ചാടിയിട്ടല്ലേ ഇന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായത് എന്ന് അങ്ങോട്ട് ചാടിക്കളിച്ചിട്ട് അവിടുത്തെ അറബിച്ചിയേക്കാൾ വലിയ അറബിച്ചിയായി ഇവിടെ മാറാതെ നിത്താക്കാത്ത് വാദിച്ചിട്ട് വീട്ടിലിരിക്കുന്ന മക്കൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ തലയിൽ തടവിക്കൊണ്ട്, സാരല്ല എന്നും നമ്മൾ ഇത്രയും കാലൊക്കെ സുഖകരമായി ജീവിച്ചില്ലേ, ഇനിയെങ്കിലും നമുക്കൊന്ന് കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും സുഖമായിട്ട് ജീവിക്കാം, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയണമെങ്കിൽ ദീനീ ബോധമുള്ള ഒരു പെണ്ണിന് മാത്രമേ സാധിക്കൂ. നിത്താക്കാത്തല്ല, അതിന്റെ അപ്പുറത്തുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും ശരി, തന്റെ വീട്ടിലേക്ക് ആരോരുമില്ലാത്തവനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ തിരിച്ചെത്തുന്ന തന്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് പൊതിയാൻ ദീനല്ലാത്ത ഒരു പെണ്ണിനും, ദീനില്ലാത്ത ഒരു പെണ്ണിനും കഴിയുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം.
ദീന് കൊടുത്തിട്ടില്ല എങ്കിൽ പിതാക്കന്മാരെ കാലുകൊണ്ട് ചവിട്ടി തുപ്പും. ആര്? സ്വന്തം മക്കള്. ഗുജറാത്തിൽ നടന്നൊരു സംഭവമാണ്. ഒരു മകനെ പഠിപ്പിച്ച് ഉഷാറാക്കിയിട്ട് വിട്ടു. ലണ്ടനിൽ നിന്ന് വലിയ ഡോക്ടറായിട്ട് തിരിച്ചു വരാൻ. ദീനൊന്നും കൊടുത്തില്ല. ഇന്നും ഗുജറാത്തിൽ അഹമ്മദാബാദിൽ പോയാൽ അവിടുത്തെ പാവങ്ങളായ ആളുകൾ ഈ സംഭവം പറഞ്ഞു തരും. അവരുടെ നാട്ടിൽ നടന്നിട്ടുള്ള സംഭവം. ദീനൊന്നും കൊടുത്തില്ല മകന്. അവൻ ലണ്ടനിൽ നിന്ന് പഠിച്ച് തിരിച്ചു വരികയാണ്. വഴിയിൽ വെച്ചിട്ട് ആക്സിഡന്റായി എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ICUലായി, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ. വിവരമറിഞ്ഞ് പിതാവ് ഓടിച്ചെല്ലാണ്. പിതാവ് അകത്ത് കയറി മകനൊന്ന് കണ്ടപ്പോൾ മകൻ എന്തോ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് പോലെ തോന്നി. ആ സമയത്ത് പിതാവ് മെല്ലെ ചെന്നിട്ടൊന്ന് ചെവിയിൽ ഇങ്ങനെ വെച്ചു നോക്കി എന്താണ് പറയാനുള്ളത് എന്ന്. ആ സമയത്ത് ഈ മകൻ മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിതാവേ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളെ പിടിക്കും. ഞാൻ അള്ളാന്റെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഞാൻ പിടിക്കും. കാരണം എന്നെ എന്തൊക്കെയോ നിങ്ങളാക്കി, എനിക്ക് ദീന് പറഞ്ഞു തന്നില്ല. ഐ ആം ഗോയിങ് ടു ബി ഷട്ട് ഡൗൺ. അവൻ പറഞ്ഞ വാക്കതാണ്, ഐ ആം ഗോയിങ് ടു ബി ഷട്ട് ഡൗൺ. ഞാനിത് അസ്തമിക്കാൻ പോവാണ്, ഞാനിങ്ങനെ ഇല്ലാണ്ടാവാൻ പോവാണ്. ഈ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിടിക്കും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ. ഇതൊരു ഗുജറാത്തിന്റെ മോന്റെ വാക്കല്ല. നമ്മുടെ ഒക്കെ മക്കൾ നമ്മുടെ മാറത്ത് പിടിക്കാതിരിക്കാൻ ചെറുപ്പം മുതലേ ദീനനുസരിച്ചുള്ള ഒരു ജീവിതം അവർക്ക് കൊടുക്കൽ നിർബന്ധമാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് ദീനുണ്ടാകും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ മക്കൾ ട്രാക്ക് സൂട്ട് ഇട്ട് ഏതെങ്കിലുമൊക്കെ കോലത്തിൽ ആരുടെയെങ്കിലൊക്കെ വേഷത്തിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നത് കാണുമ്പോൾ ഇതൊക്കെ ഇന്നത്തെ മോഡേൺ വേർഡിൽ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ, നൈജീരിയയിൽ ഞാൻ പോയപ്പോൾ നൈജീരിയയുടെ ഒരു ഭാഗത്തിലൂടെ കൂത്താട്ടം നടത്തി പോകുന്ന കുറെ ചെറുപ്പക്കാരെ കണ്ടു. ക്രിസ്ത്യൻ മക്കളെ കാതിൽ കടുക്കനണിഞ്ഞ് ഇപ്പുറത്ത് വേറെന്തൊക്കെയോ തൂക്കി, ഒരു ബട്ടൺ മാത്രം ഇട്ട് വേറുള്ളതൊക്കെ അഴിച്ചിട്ട്, അതേപോലെ തന്നെ ഒരു കാലിൽ മാത്രം ഷൂ കെട്ടി കൈകളൊക്കെ വിറപ്പിച്ചുകൊണ്ട് മരുന്നടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം മക്കളെ ഞാൻ ചോദിച്ചു, ഇവരാരാണ്? ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞു, ദേ ആർ റോക്സ്, അവര് റോക്കാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശപ്പെട്ട് നടക്കുന്ന മക്കളാണ്. അവർക്ക് 12 ചാനലുണ്ട്. ആ 12 ചാനൽ ലോകത്തിലേക്ക് മുഴുവൻ അവർ സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാഹനത്തിന്റെ പേര് ഡെവിൾ, ഈവിൾ, അതേമാതിരി തന്നെ ബാഡ് ബോയ്സ് എന്നൊക്കെയാണ്. നിങ്ങൾ ഈ കണ്ണൂരിലെ ടൗണിൽ, ഈ മാഹിയുടെ ടൗണിൽ ദാ നമ്മുടെയൊക്കെ മക്കളുടെ വാഹനത്തിന്റെ പേരൊന്ന് പരിശോധിച്ചു നോക്കിൻ. ചിലപ്പോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച പേര് കാണാം. ഈവിൾ, ഡെവിൾ, ബാഡ് ബോയ്സ്. ഇതൊക്കെ അവിടുന്ന് വന്ന സംസ്കാരമാണ്. അതൊക്കെ എടുത്തുകൊണ്ട് എങ്ങനെയോ നടക്കുന്ന മക്കൾ പിന്നീട് നേരെയാകുമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ചെറുപ്പം മുതലേ അതിന്റെ ഒരു റുട്ടീൻ നിങ്ങളിൽ നിന്നുണ്ടാകണം. അതിനോരോ കുടുംബിനെയും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഔത്സുക്യം കാണിക്കണം. ഏറ്റവും നല്ല ഒരു ബോധം നിങ്ങൾ കാണിക്കണം. എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? പരമപ്രധാനമായ ഒരു സ്നേഹമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇഷ്ടമല്ല സ്നേഹം. ഇഷ്ടമാണ്, സ്നേഹം വേറെയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കാരുണ്യത്തിൽ മൂടിയതാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉള്ളപ്പോൾ മാത്രം കൊടുക്കുന്നതാണ്. ഭാര്യയ്ക്ക് ഭംഗിയുണ്ടെങ്കിൽ കൊടുക്കുന്നത് സ്നേഹമല്ല, അത് ഇഷ്ടമാണ്. ഭർത്താവിന് സമ്പത്തുള്ളപ്പോൾ മാത്രം കൊടുക്കുന്നത് സ്നേഹമല്ല, അത് ഇഷ്ടമാണ്. മക്കൾ പഠിക്കുമ്പോൾ മാത്രം കൊടുക്കുന്നത് സ്നേഹമല്ല, അത് ഇഷ്ടമാണ്. 3 മക്കളുണ്ട്, അതിലൊരാൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. ആ മകനെ നോക്കിയിട്ട് പറയണം, കണ്ടടാ ഇവനെ കണ്ട് പഠിച്ചോ നിങ്ങൾ, ഇതാണ് എന്റെ മോൻ എന്ന് പറഞ്ഞാൽ അത് സ്നേഹമല്ല, അത് ഇഷ്ടമാണ്. ഒരു മകൻ കേറി വരികയാണ്, മധ്യത്തിലെ മകൻ, മൂത്ത മകൻ ഗൾഫിലാണ്, ഇളയ മകനും ഗൾഫിലാണ്. ധാരാളം സമ്പത്ത് അവർ അയക്കുന്നു. ഈ മകന് ജോലിയില്ല, അവന് വിസയും കിട്ടിയിട്ടില്ല. ഒരു ഉച്ചക്ക് 3 മണിക്ക് കേറി വരുമ്പോൾ വാപ്പ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് പറയാണ്, നിന്നെ കൊണ്ട് വല്ല കാര്യങ്ങളുണ്ടോടാ ഇവിടെ എന്നൊക്കെ പറഞ്ഞ അവനെ വഴക്ക് പറയാണ്. അതിന്റെ പേരാണ് ഇഷ്ടം. അവർ രണ്ടുപേരും പൈസ അയക്കുന്നു എന്നതിന്റെ പേരിൽ ഈ പിതാവിന് അവരോട് ഇഷ്ടമാണ്. ഇവൻ പൈസ കൊണ്ടുവരുന്നില്ല എന്നതിന്റെ പേരിൽ ഇവനോട് ഇഷ്ടക്കേടാണ്. അങ്ങനെ ഇവൻ അകത്തേക്ക് കയറി ഉമ്മയോട് ഭക്ഷണം ചോദിച്ചു. ഉമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഭക്ഷണം കൊടുത്ത ഭക്ഷണം മോൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ അരികിൽ വന്നിട്ട് ഇങ്ങനെ മെല്ലെ അവന്റെ തലയിൽ തടവി. എന്നിട്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയാണ്, സാരല്ലടാ, എന്റെ കുട്ടിക്കും വരോടാ നല്ല ഒരു കാലം, എന്റെ മോനും വരോടാ നല്ല ഒരു കാലം. ഇതാണ് സ്നേഹം, ഇതാണ് കണ്ടീഷൻഡ് ലവ് അല്ലാത്ത പ്യൂർ ലവ്. ഈ സ്നേഹം കൊടുക്കാനാണ് നമുക്ക് പറ്റേണ്ടത്. നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകൂല. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ്, നമ്മൾ കൃത്യമായ സ്നേഹം കൊടുത്താൽ, പരിഗണന കൊടുത്താൽ, അവൻ നമ്മുടേതായി കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും വലിയ സുഹൃത്തായി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും അവൻ നമ്മളെ വിട്ടു പോവുകയില്ല. നമ്മളെ വിട്ടു പോകാൻ അവൻ കോടതിയിൽ വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് ചൂണ്ടാൻ ഒരു കാരണം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അതിലെ വലിയൊരു കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള വിദ്യാർത്ഥി സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ്, നിങ്ങൾ ഏത് വലിയ അവസ്ഥയിലേക്ക് എത്തിച്ചെന്നാലും ഉമ്മ അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ജോൺ കെനഡിയുടെ പ്രഭാഷണങ്ങൾക്ക് വഴങ്ങുന്നതല്ല ഉമ്മ. അതേപോലെ തന്നെ ഏതെങ്കിലും ഒക്കെ ഡാവിഞ്ചിയുടെ വരകളിൽ
ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല ഉമ്മ. ഏതെങ്കിലുമൊക്കെ കബീർദാസിന്റെ വരികളിൽ ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല ഉമ്മ. ഏതെങ്കിലുമൊക്കെ ചരിത്രകാരന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി തീർക്കാൻ തീരുന്നതല്ല ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ, ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ അത് അർത്ഥമില്ലാതെ കിടക്കുന്ന, എന്നാൽ സർവമായി അർത്ഥമുള്ള, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർന്ന് നിർത്തിയിട്ടുള്ള, നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഉഫ് എന്നൊരു വാക്കുപോലും നിങ്ങൾ അവരോട് പറഞ്ഞേക്കരുത് എന്ന് വിശുദ്ധ ഖുർആന്റെ ഭാഷ്യമാണ്. ആ ഉഫ് എന്നൊരു വാക്ക് എന്ന് പറഞ്ഞാൽ ഛെ എന്ന് പോലും പറയാതിരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകലാണ്. ആ ഒരു സ്നേഹം നമ്മുടെ വീട്ടിൽ ഡിസൈൻ ചെയ്യൽ ഓരോ വിദ്യാർത്ഥികളുടെയും ഉത്തരവാദിത്തമാണ്. ഇനി മാതാക്കൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നുപോയി എന്നതിനേക്കാൾ അപ്പുറം അവർ പ്രകടിപ്പിക്കാൻ മറന്നുപോയാൽ, പിതാക്കൾ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നുപോയാൽ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് തിരിച്ചു തീർത്തും സ്നേഹിക്കലാണ്. അവരെ കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ അവരുടെ തിരുനെറ്റിയിൽ ഉമ്മ കൊടുക്കലാണ്. ഒരു മാതാവും പിതാവും ഒരിക്കലും നമ്മളിൽ നിന്ന് അകലരുത്. ആശയത്തിന്റെ പേരിൽ, ഏതെങ്കിലും കാലിന്റെ പേരിൽ നമ്മൾ ഒളിച്ചോടി പോകുമ്പോൾ ഒരു മാതാവും പിതാവും നമ്മളെ നോക്കിയിട്ട് കരയരുത്. പകരം വീട്ടിൽ ഏറ്റവും നല്ല ആദർശത്തിന്റെ ഏറ്റവും നല്ല സമൂഹമായി നമ്മൾ ഓരോരുത്തരും മാറണം. അങ്ങനെ മാതാക്കളും പിതാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ബാക്കിയുള്ളവരോടും കൂടി പറയാനുള്ളത്, ഒരു അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഒരു മരുമകളെ മകളായി കാണുന്നവരായിരിക്കണം. അല്ലാത്തവർക്ക് അമ്മായിമ്മയാകാനുള്ള യാതൊരു രീതിയിലുള്ള ഒരു ലൈസൻസും ഈ ലോകം കൊടുക്കുന്നില്ല. മകളെ പോലെ കാണണം. മക്കളെ അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്നേഹിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണം ഉണ്ടാകരുത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അവരുടെ മരുമക്കൾ, ഇവരുടെ മരുമക്കൾ, ഇങ്ങനെ പല വ്യവസ്ഥിതികളും ഉണ്ടാകും. ഒന്നിനെയും വേറെ കാണാതെ എല്ലാവരെയും മാനസികമായി ഹൃദയത്തോട് ചേർക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സുന്ദരമായ ഒരു ഐഡിയൽ കുടുംബത്തിനെ, ഒന്നിച്ചിരുന്ന് ഖുർആനും ഹദീസും വായിക്കുന്ന കുടുംബത്തിനെ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തിനെ, ഒന്നിച്ചിരുന്ന് ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കുടുംബത്തിനെ, അങ്ങനെ അതിനെ കടിഞ്ഞാൺ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതിന് ഈ സംഗമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവസരമൊരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഇവിടെയുള്ള എല്ലാ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും, പ്രത്യേകിച്ച് എന്റെ നേരെ മുമ്പിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാർക്കും എല്ലാ അർത്ഥത്തിലും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. സ്നേഹനിധികളായ എൻ്റെ ഉമ്മമാരെ, ജ്യേഷ്ഠാഞ്ചത്തിമാരെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും അവൻ്റെ കാരുണ്യം നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പ്രതിഫലം കിട്ടുന്ന ഈ സദസ്സിൽ വന്നെത്തുവാൻ സൗഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. ജീവിതത്തിൽ ഞാനും നിങ്ങളും ധാരാളം സമയങ്ങളും സദസ്സുകളും പല പരിപാടികളും പങ്കെടുക്കുന്നവരാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു സദസ്സിൽ വന്നു ചേരാൻ കഴിയുക എന്നുള്ളതാണ് നമ്മിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത്. ആ സന്തോഷത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. എവിടെയാണെങ്കിലും ആര് പ്രസംഗിക്കുകയാണെങ്കിലും നമ്മെക്കുറിച്ച് ആരും നല്ലത് പറയാറില്ല. അതൊരു സത്യമാണല്ലോ അല്ലെ? സ്ത്രീകളെ കുറിച്ചായിരിക്കും എവിടെയും സംസാരിക്കുക. അതിൽ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും ഒന്നിച്ച് നമ്മളത് കേൾക്കും. അപ്പൊ ഞാനും പറയുക അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യന്റെ തെറ്റ് തിരുത്തണമെങ്കിൽ ആ തെറ്റ് ചെയ്യുന്ന ആളെ കിട്ടിയിട്ട് നമുക്ക് പറയാൻ കഴിയുകയില്ല. മറിച്ച് എല്ലാവരും നല്ലവരും ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാത്തവർ ഇത്തരം സദസ്സിലേക്ക് വരികയില്ലല്ലോ. അവർക്കതിന് സമയമില്ല. എന്നാൽ നല്ലത് ചെയ്യുന്നവർക്ക് നമ്മളാകുന്ന ആൾക്കാർ അതിന്റെ തെറ്റായ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലേ അവർക്കും അത് പോയി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഗാഫിറിൽ നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, റബ്ബനാ അദ്ഖിൽഹും ജന്നാതി അദിനില്ലതി വഅതഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ലോകരക്ഷിതാവായ റബ്ബ് വലിയൊരു സന്തോഷം നമുക്ക് നൽകുകയാണ്. അള്ളാഹുവിന്റെ അർശ് ചുമന്നു നിൽക്കുന്ന മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും എത്രേ, റബ്ബന ഞങ്ങളുടെ നാഥ അദ്ഖിൽഹും ജന്നാതി അദിനില്ലതി വഅതഹും, പടച്ചവനെ നീ തയ്യാറാക്കപ്പെട്ട സ്വർഗമുണ്ടല്ലോ
ആ സ്വർഗത്തിലേക്ക് ഇവരെ ഒന്ന് പ്രവേശിപ്പിക്കണമേ എന്ന്. ആരെയൊക്കെ എന്നാണ്? വമൻ സ്വലഹ മിൻ ആബാഇഹിം, നല്ലത് പ്രവർത്തിക്കുന്ന വാപ്പമാരെയും, വ അസ്വാജിഹിം, അവരുടെ ഭാര്യമാരെയും, വ ദുർരിയാതിഹിം, അവരുടെ മക്കളെയും. ഇന്നക അൻതൽ അസീസുൽ ഹകീം, ലോകരക്ഷിതാവായ നാഥ, നീ ഏറ്റവും പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണല്ലോ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് മലക്കുകൾ അർശ് ചുമന്ന് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ഈ പ്രാർത്ഥനയിൽ ഭാഗവാക്കുകളാകാനാണ്. ഈ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. മാതാവും പിതാവും മക്കളും സ്വാലിഹീങ്ങളായിക്കൊണ്ട് നാളെ പരലോകത്ത് ഒന്നിച്ചു കൂടുവാനുള്ള സൗഭാഗ്യം ലോകരക്ഷിതാവായ നാഥ നീ ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, വളരെ 40 മിനിറ്റ് മാത്രമാണ് എന്റെ സംസാരം. ഒന്നാമത് മലപ്പുറം ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടത് എനിക്ക് സന്തോഷം. നേരത്തെ പറഞ്ഞ പ്രസംഗത്തിൽ എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആകുമ്പോൾ നമുക്ക് എത്രമാത്രം ഉണ്ടാവും. നമുക്ക് വീട്, കുടുംബം, അടുക്കള, തോട്ടം, എന്തൊക്കെ വീട്ടിലുണ്ട് അതൊക്കെ ചെയ്യേണ്ടവർ നമ്മളാണ്, ആണല്ലോ അല്ലേ? അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മർഅതു, ഈ ലോകത്ത്, അദ്ദുനിയ മതാഉൻ, ഈ ലോകം എന്ന് പറയുന്നത് ഒരു വിഭവമാണ് എന്ന്. അദ്ദുനിയ മതാഉൻ വഖൈറു മതാഉദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വളരെ കുറച്ചേ ഞാൻ പറയൂ, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ദുനിയാവ് എന്ന് പറയുന്ന ഒരു വിഭവമാണ്. നമ്മൾ പറയുന്ന കല്യാണങ്ങളും നമ്മൾ പറയുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാം തോട്ടവും വീടും പൊരയും എല്ലാം അത് ഉണ്ടാക്കേണ്ടതും ഈ ദുനിയാവിൽ ആവശ്യമാണ്. ഇതൊക്കെ നമുക്കുള്ള വിഭവങ്ങളാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഖൈറായ വിഭവം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ് ഈ ദുനിയാവിലെ ഏറ്റവും ഖൈറായ വിഭവമാണ് പ്രിയപ്പെട്ട സ്ത്രീ നീ എന്ന്. ഒന്ന് ഓർക്കുക, നമ്മളാണത്രേ ഈ ലോക